നമസ്കാരം. ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഞാൻ കണ്ടോൺമെൻറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ നഗരത്തിൽ മെജസ്റ്റിക്കിൽ ഞാൻ വെറുതെ കറങ്ങാൻ വന്ന. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കാനൊക്കെ വേണ്ടി പോകാറുണ്ട് എവിടെ പോയാലും. അങ്ങനെ ഈ ബാംഗ്ലൂർ നഗരത്തിലാണ് കരകയെന്നും പറഞ്ഞൊരു ഉത്സവം നടക്കുക. 11 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ്. ഈ പഞ്ചപാണ്ഡവന്മാർ, ദ്രൗപദി ഇവരുടെ പേരിലുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലാണ് ഉത്സവം. അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടി. ആ പരിസരത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെ വരും. നല്ല തിക്കും തിരക്കുമൊക്കെ ആയിരിക്കും. അവിടെ ഞാനിങ്ങനെ ചുറ്റിയടിച്ച് നടക്കുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഒരു പെൺകുട്ടി എന്നെ ഫോളോ ചെയ്യുന്നു. സാധാരണ നമ്മൾ ആണുങ്ങളല്ലേ പെൺകുട്ടികളെ ഫോളോ ചെയ്യല്. അവസാനം ഇവള് എന്നെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ നിനക്ക് വേണ്ടേ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞിങ്ങനെ, ഞാൻ ഇങ്ങനെ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്, എൻ്റെ ഒപ്പം ഉള്ളവരൊക്കെ തിരിച്ചു പോയി, കൂട്ടം തെറ്റിപ്പോയി, ഇനി അങ്ങോട്ട് ബസ്സില്ല, ഞാനിവിടെ ഒറ്റപ്പെട്ട്, രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ബാംഗ്ലൂർ, പേടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാനാണ് ചോദിച്ചു. അതേ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ബൊക്കുളിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് റൂമെടുത്ത്. ഹോട്ടലിൻ്റെ പേര് ശങ്കർലിംഗപ്പ. ഞങ്ങൾ ആ ഹോട്ടലിൽ റൂമിൽ ഒരു രാത്രി കഴിഞ്ഞു. അവിടെ വെച്ച് എന്താ പറയുക, ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തില്ല, അവൾ ഇങ്ങോട്ട് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാം അവിടെ നടന്നു. അതിന് ശേഷം നേരം വെളുത്ത് ഞാൻ അവളെ ബസ് സ്റ്റാൻഡിൽ വിട്ടു. അവൾക്ക് വണ്ടിക്കൂലി ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു ഉച്ചയായപ്പോൾ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന് റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയർമെൻറ്റ് കൊണ്ടയാക്കാൻ പോയപ്പോണ്ട് ഇവള് നാട്ടിൽ പോകാണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരിക്കുന്നുണ്ട്. അതെനിക്ക് പറ്റില്ല. ഞാൻ ഇവളോട് പോയി വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച്. അപ്പോൾ ഇവള് പറഞ്ഞ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയന് മാത്രമേ ഉള്ളൂ, എൻ്റെ പാരൻസ് മരിച്ചു പോയി, അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പോലീസുകാരനാണ്, അയാൾ കുറച്ച് ദൂരെ പോലീസ് സ്റ്റേഷനിലാണ്. അയാൾ നാട്ടിൽ വന്നാൽ 2 ദിവസമൊക്കെ അവിടെ ഉണ്ടാവും. അയാൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എന്നെ അയാൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കും, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ വരെ അയാൾ മേടിച്ച് പൂട്ടി വെച്ചേക്കാം, അതുകൊണ്ടാണ് ഞാൻ നഗരത്തിൽ വന്നത്, അല്ലാണ്ട് നിങ്ങളെ ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഒരു ഓഫീസറിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് ഇവളെ കൂട്ടിച്ചെന്നു. അങ്ങനെ ഓഫീസറിൻ്റെ ഭാര്യ പോലീസ് കമ്മീഷണറായിട്ടൊക്കെ സംസാരിച്ച് ഈ ആളപ്പം തന്നെ വരുത്തി ഇവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ച് ഇത് കഴിഞ്ഞ് എടുപ്പിച്ച്, അത് കഴിഞ്ഞ് ഇവള് പോലീസ് വണ്ടിയിൽ തന്നെ പോയിട്ട് അവളുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു വന്ന് പോലീസ് തന്നെ അവൾക്കൊരു ഹോസ്റ്റൽ, ഈ വനിതാ വെൽഫെയർ സംഘടനകളൊക്കെ നടത്തുന്ന ഒരു ഹോസ്റ്റലുകൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി. അധികം വൈകാണ്ട് തന്നെ ഗവൺമെൻറ് പ്രത്യേക താല്പര്യം എടുത്ത് അവൾക്കൊരു ജോലിയും കൊടുത്തു. അവൾ കുറേ നാൾ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് എനിക്ക് കത്തയക്കുമായിരുന്നു. പിന്നെ കത്തിടപാടൊക്കെ ഇല്ലാണ്ടായി. ഇപ്പോൾ ആൾ എവിടെയാണ്, ഇനി എന്താ ഒന്നും അറിയില്ല. 40-40 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണിത്. എന്തോ എനിക്കിതിപ്പോൾ പറയണമെന്ന് തോന്നി. ഞാനിപ്പോൾ വല്ലാണ്ട് ഇതിൽ കഥകൾ പറയാറില്ല, ഇനി കുറച്ച് ആക്റ്റീവ് ആകണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.